ഹലോ ഡിയേഴ്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ബിഗിനേഴ്സിനുള്ള ഒരു സിമ്പിൾ ഫ്ലവർ ഡിസൈനുമായിട്ടാണ്. ഞാനൊരു ഡിസൈന് വരച്ചിട്ട് പേപ്പറിൽ കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ പെന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാണ്ടിരിക്കാൻ. അപ്പോൾ അത് നമ്മൾ വരച്ചു കൊടുക്കുക. അതിന് മുമ്പിട്ട് നമ്മൾ വരച്ചത് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ഡിസൈന് ഫുള്ളായിട്ട് വരച്ചു കൊടുക്കുക. ഇത് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ചൊരു ഡിസൈനാണ്. ഇത് നമുക്ക് ചുരിദാറിൻ്റെ നെക്കിനില്ല ഫ്രണ്ടിലൊക്കെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു ഭയങ്കര ബിഗിനറിന് വേണ്ടിയിട്ടുള്ളതല്ല. ജസ്റ്റ് അരി വർക്കിൻ്റെ ചെയിൻ സ്റ്റിച്ച് ബീഡ് ലോഡിങ്ങിൽ അറിയുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ്. നിങ്ങൾക്ക് ബിഗിനറിനുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടവർ അത് കമൻറ്റ് ചെയ്യുക. ഇത് ഒരു മെത്തേഡാണ്, ട്രേസ് ചെയ്യേണ്ട ഒരു തരത്തിലുള്ളൊരു മെത്തേഡാണ്. ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡും ഉണ്ട്. നമുക്ക് വരും വീഡിയോകളിൽ അങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ചെയ്ത് നോക്കാം. നമ്മൾ ഡിസൈൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, മെല്ലെ സൂചിയെല്ലാം മാറ്റി ഡിസൈൻ നമ്മൾ നോക്കാം. എന്നിട്ട് നമ്മളൊരു ഫ്രെയിം വെച്ചിട്ട് നല്ലോണം ഫ്രെയിം ടൈറ്റാക്കി വെക്കുക. ഫ്രെയിം എത്രത്തോളം ടൈറ്റാക്കാൻ പറ്റുക അത്രത്തോളം ടൈറ്റാക്കുക. എന്നിട്ട് ഫ്രെയിം ഒന്ന് തട്ടി നോക്കുക. തട്ടി നോക്കുമ്പോൾ ഒരു ടക്ക് ടക്ക് ഒച്ച ഉണ്ടാകുമ്പോൾ ഫ്രെയിം നല്ലോണം ടൈറ്റായി എന്നാണ് അർത്ഥം. ഓക്കെ, നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ഞാൻ അയൺ നീഡിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നൂല് മെഷീൻ നൂലാണ്. സെയിം കളർ നൂല് തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മളെ ലീഫിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറ് സീക്വൻസ് എടുത്തിട്ടുണ്ട്. ഫ്ലവറിന് വേണ്ടിയിട്ട് മെറൂൺ കളറ് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഗോൾഡൻ കളർ കട്ട് ബീഡ്സുമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈനിന് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒരു ഐഡിയയും വന്നിട്ടില്ല. ഇനി നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐഡിയ വരും, അത് കുഴപ്പമില്ല. ആദ്യം നൂല് കെട്ടിട്ടിട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ എൻ്റെ അടുക്കൽ പോയിട്ടുണ്ട്. 2-3 വീഡിയോ മെയിനായിട്ടുള്ള വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. അടുത്ത സമയത്ത് ഞാനത് ശ്രദ്ധിക്കാം. ഇപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ചെയ്തു പോയതാണ്. അപ്പോൾ നമ്മൾ ലോഡിങ് ഇത്രം വരെ നമ്മൾ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്, കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് സ്റ്റെമ്മിന്. പിന്നെ നമ്മളിപ്പോൾ താഴേന്ന് മുകളിലോട്ടേക്കാണ് ബീഡ്സ് കൊടുത്തത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ മേലേന്ന് താഴോട്ടേക്കും ചെയ്ത് ഒരേ ഡയറക്ഷനിൽ തന്നെ ബീഡ്സ് ലോഡിങ് ആയാലും ചെയിൻ സ്റ്റിച്ച് ആയാലും ചെയ്ത് പഠിക്കരുത്. ഒരു മെത്തേഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ മാറ്റിയിട്ട് ചെയ്ത് നോക്കണം. അതുപോലെ നമ്മൾ അടുത്ത ഫ്ലവറിന് മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് വരുന്നത്. ആദ്യം ലോക്ക് ഇട്ടതിന് ശേഷം ഓരോ ബീഡ്സായിട്ട് ചെയ്ത് കൊടുക്കാം. ബീഡ്സ് ലോഡിങ്ങിൽ ബീഡ്സ് ഇടുന്നുണ്ടതേ ഉള്ളൂ. ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ഇതിൻ്റെ എല്ലാം ബേസ്. നമ്മളെ മോതിര വിരലുകൊണ്ട് മെല്ലെ ഒന്ന് തട്ടിക്കൊടുക്കുക ബീഡ്സ്. അതിൽ ലോഡ് എന്താ നല്ല ഓരോ ബീഡ്സായിട്ട് മോതിര വിരലുകൊണ്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഓരോ ബീഡ്സായിട്ട് അങ്ങനെയൊക്കെ തെറിച്ചൊക്കെ പോവും ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ. അതൊന്നും കുഴപ്പമാക്കണ്ട. അല്ല, പിന്നെ പ്രാക്ടീസ് കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കത് മാറിക്കോളും. ഞാനും ഈ അയൺ നീഡിൽ വെച്ചിട്ട് അധികം പ്രാക്ടീസൊന്നും ആയിട്ടില്ല. ഞാനിപ്പോൾ ആണ് ചെയ്തു തുടങ്ങുന്നത്. ആദ്യമൊക്കെ ഞാൻ എൻ്റെ ബ്ലൗസിൻ്റെ ഭാഗവും ബ്ലൗസിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത് തുലിപ്പ് നീഡിൽ വെച്ചിട്ടാണ്. പക്ഷേ അതിൽ ചെയ്ത എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും സ്പീഡ് കൂട്ടാൻ പറ്റില്ല. നമുക്ക് സ്പീഡ് കൂട്ടണമെന്ന ആഗ്രഹം വരുമ്പോഴാണ് നമ്മൾ അയൺ നീഡിലിനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തുലിപ്പ് നീഡിൽ അങ്ങ് വിട്ടേക്കുക. അയൺ നീഡിൽ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ.
അയൺ നീഡിൽ. അപ്പോൾ പിന്നെ നമുക്ക് ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യമേ കറക്റ്റ് വഴിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ സെൻറ്ററിലുള്ള ഭാഗത്ത് കട്ട് ബീഡ്സ് കൊടുത്ത്, അതിന് മുമ്പിട്ട് സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലവറിൻ്റെ എടുക്കുക ഞാൻ പറഞ്ഞില്ലേ, 2-3 വീഡിയോസ് മിസ്സായിപ്പോയി എന്ന്, അതിൽ പെട്ടുപോയതാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്കത് ലെവലാക്കാം. അപ്പോൾ ഓരോ ബീഡ്സായിട്ട് ഓരോ കട്ട് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക, റൗണ്ട് ഷേപ്പിൽ കൊടുക്കുക. നമ്മൾ ചെറിയ ചെറിയ ഇതേപോലത്തെ സ്ഥലങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ ഒരു ബീഡ് തന്നെ ഇട്ട് ചെയ്യുക. നമ്മൾ വേഗം പണിയൊരുക്കാൻ വേണ്ടിയിട്ട് 2 ബീഡൊന്നും ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പ് മാറിപ്പോവും. പ്രത്യേകിച്ചിട്ട് കട്ട് ബീഡ്സ് വലിയ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. അതേപോലെ നമ്മൾ ഫ്ലവർ ചെയ്യുന്നത് മെറൂൺ കളർ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ്. ഈ ഫ്ലവർ നമ്മളൊരു എംബോസ്ഡ് ഫ്ലവറാണ്. എംബോസ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഹൊറിസോണ്ടലായിട്ട് കുറച്ച് ബീഡ്സ് പെറ്റലിന് കണക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബീഡ്സ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഫ്ലവറിൻ്റെ നടുക്കത്തെ ഭാഗത്ത് സെൻറ്ററിൽ കുത്തിയെടുക്കുക. എന്നിട്ട് ഈ ഫ്ലവറിൻ്റെ ഷേപ്പിന് എത്രത്തോളം ബീഡ്സ് വേണം, 3-4 ആയിരിക്കും വേണ്ടത്. അതിനനുസരിച്ചിട്ട് ബീഡ്സ് എടുത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ സ്റ്റിച്ചും കൂടെ കൊടുക്കുക. എന്നിട്ട് നൂല് മെല്ലെ ബാക്കോട്ടേക്ക് എടുത്ത് എന്നിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അതിന് ശേഷം ബീഡ്സ് നമ്മൾ ആദ്യം 4 ബീഡ്സെല്ലാം എടുത്ത് അതേപോലെ തന്നെ 4 ബീഡ്സ് എടുത്ത് ഒരു ചെറിയ സ്റ്റിച്ച് കൊടുക്കുക. ഒരു വലിയ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. വലിയ സ്റ്റിച്ച് കൊടുത്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ ആദ്യം വന്നെടുക്കുക തന്നെ നൂല് കൊണ്ടു കൊടുക്കുക. എന്നിട്ട് പിന്നെയും ഒരു ചെറിയ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ബീഡ്സ് ആഡ് ചെയ്യുക. ബീഡ്സ് ആഡ് ചെയ്ത് ആ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഞാനൊന്നും കൂടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളതിൽ ഒരു 4 ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. 4 ബീഡ്സ് കോർത്ത് അതിന് ഒരു സ്റ്റിച്ച് കൊടുത്ത് അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ചെറിയ സ്റ്റിച്ചും കൂടെ കൊടുത്ത് എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം തുടങ്ങിയെടുക്കുക തന്നെ വന്ന് അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് ചെറിയൊരു സ്റ്റിച്ച് വീണ്ടും കൊടുത്ത് പിന്നെ ഈ നൂല് ഇങ്ങോട്ടേക്ക് വലിച്ച് അതിന് ശേഷം ബീഡ്സ് ആഡ് ചെയ്ത് അങ്ങനെ നമ്മൾ അടിയിൽ കാണുന്നില്ലേ ആ ബീഡ്സ് നമ്മൾ ആദ്യം കൊടുത്ത ആ ബീഡ്സ് മറയുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ആ പെറ്റൽസ് അപ്പോഴേക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ ചെയ്ത് പോവാം. ഇതുപോലെ എല്ലാ പെറ്റൽസും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പെറ്റൽസിനെല്ലാം ഔട്ട്ലൈന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ബീഡ്സ് വെച്ചിട്ട് ഔട്ട്ലൈന് കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലത്തെ ഫില്ലിങ് സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ ആദ്യം അതിന് ഫില്ല് ചെയ്യുക, അതിന് ശേഷം ഔട്ട്ലൈന് കൊടുക്കുക. നമ്മൾ ആദ്യം ഔട്ട്ലൈന് കൊടുത്തിട്ട് ഫില്ല് ചെയ്യുമ്പോൾ അത് അത്രയ്ക്ക് രസം ഉണ്ടാവില്ല. ഈ ഫില്ല് ചെയ്തതിന് ശേഷം ഔട്ട്ലൈന് കൊടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഈ ഒരു മെത്തേഡ് നമുക്ക് അതേപോലെ നമ്മൾ ഫ്രഞ്ച് നോട്ട്, റിംഗ് നോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഫില്ലിംഗ് വർക്ക് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ബീഡ്സൊക്കെ ബീഡ്സ് സീക്വൻസ് എല്ലാം ലോഡ് ചെയ്യുമ്പോൾ ആദ്യം ലോഡിങ് ചെയ്തതിന് ശേഷം ഔട്ട്ലൈൻ കൊടുക്കുക. അത് 2 വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതിനെ മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ ഇതേപോലെ തന്നെ മറ്റേ ഫ്ലവറും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഗോൾഡൻ കളർ ബീഡ്, 2
മെറൂൺ കളറ്, അങ്ങനെ രണ്ട് അങ്ങനെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു വി ഷേപ്പിലുള്ള ഒരു കൊടി ഡിസൈൻ പോലെയാണ് കൊടുക്കുന്നത്. ആദ്യം 2 ഗോൾഡൻ ബീഡ്സ് വി ഷേപ്പിൽ കൊടുത്ത് അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് 2 മെറൂൺ കളർ കൊടുത്ത് അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ആ ഡിസൈന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്ത് കൊളാക്കി വെച്ചിരാണ്. നെക്സ്റ്റ് ടൈം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്നുള്ളത്. വീഡിയോയിൽ കാണാൻ അത്രയ്ക്ക് രസമില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ലൊരു ഷൈനിങ് ആയിട്ടുണ്ട്. ആ റെഡും ഗോൾഡനും നല്ല മാച്ചിങ് ആണ്. അതിൻ്റെ കൂടെ ഗ്രീൻ കളർ വരുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.